പവിത്രത്തിലെ 16ാമത്തെ എപ്പിസോഡ് വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ സേതുലക്ഷ്മി വേദയും കൊണ്ട് ആ മുറിയിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് വേദയെടുത്ത് പറയുന്നുണ്ട്, ഇത് തരുണിൻ്റെ അച്ഛൻ്റെ സമ്പാദ്യമാണ്, ഈ ബുക്കുകളെല്ലാം അദ്ദേഹത്തിൻ്റെയാണ്. ഇത് തരുൺ പിന്നെ ഉപയോഗിച്ചു IPS നേടാൻ. അവന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഇവിടുന്ന് അവൻ കണ്ടെത്തി. വൈഫൈയും ആവശ്യമുള്ള സാധനങ്ങളും എല്ലാം ഒരു വിരൽത്തുമ്പിൽ തന്നെ ഈ മുറിയിൽ നിന്ന് കിട്ടും. അതൊക്കെ മോക്കു ഇനി ഉപയോഗിക്കാം എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ വേദ ഒന്ന് അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. എന്താ അമ്മ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അത് നീ ഈ വീട്ടിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് നിൻ്റെ സ്വന്തം കാലിൽ നിൽക്കണം. നീയൊരു വക്കീലാണെന്ന് എനിക്കറിയാം. ഒരു ജൂനിയറായിട്ട് എവിടെയെങ്കിലും വർക്ക് ചെയ്ത് പിന്നെ കുറേ കാലമെടുക്കും നീ സ്വന്തമായിട്ട് അത് ഒരു പേരെടുത്ത് ഒരു നല്ല നിലയിലെക്കാൻ. അത്രയും സമയം നിൻ്റെ മുന്നിലില്ല. അതിന് നീ എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു പൊസിഷനിലെത്തണം എന്ന് സേതുലക്ഷ്മി പറഞ്ഞു കൊടുക്കുകയാണ്. അമ്മ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വേദ ചോദിക്കുകയാണ്. നീ UPSC എക്സാം എഴുതണം, നീ സിവിൽ സർവീസ് നേടിയെടുക്കണമെന്ന് പറയാണ്. എന്നെക്കൊണ്ട് അതിനൊക്കെ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. പറ്റും, നിന്നെക്കൊണ്ട് പറ്റും എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബുക്ക് എടുത്ത് കൈ കൊടുക്കുകയാണ്. നിൻ്റെ ജീവിതം കെട്ടിപ്പൊക്കണം എന്ന് പറയാണ്. നിനക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഈ മുറിയിൽ നിന്ന് കിട്ടും. അതിന് വേണ്ടുന്ന സൗകര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ ഉണ്ടെന്നും പറഞ്ഞ് സേതുലക്ഷ്മി വേദയെ ചേർത്ത് പിടിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ വേദയ്ക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ വേദ സിവിൽ സർവീസിന് വേണ്ടുന്ന കാര്യങ്ങളും പ്രിപ്പറേഷനും ഒക്കെ തുടങ്ങിയാണ്. വേണ്ടുന്ന സഹായങ്ങളെല്ലാം തരുണും ചെയ്തു കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിന് സേതുലക്ഷ്മിയുടെ കൂടെ തന്നെ സപ്പോർട്ടായിട്ട് തരുണും ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിൻ്റെ കാര്യമൊക്കെ വേദ നോക്കുന്നുണ്ട്. തരുണിൻ്റെ കയ്യിലിരിക്കുമ്പോൾ കുഞ്ഞ് കരയുമ്പോൾ വേദ ഓടി വന്ന് കുഞ്ഞിനെ എടുത്ത് പാലൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും തരുണിന് അറിയത്തില്ല അത് തൻ്റെ കുഞ്ഞല്ല വേദയുടെ കുഞ്ഞാണെന്ന്. സ്വന്തം കുഞ്ഞാണെന്നും പറഞ്ഞ് തരുൺ ഇപ്പോഴും മോളെയും കൊണ്ട് നടക്കുകയാണ്. സേതുലക്ഷ്മി വേദയ്ക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. രാത്രി ഉറക്കമൊഴിച്ച് പഠിക്കുകയും അവിടുത്തെ സെർവൻറ്റ് കാപ്പി ഉണ്ടാക്കി കൊടുക്കുകയും കൂട്ടര് സേതുലക്ഷ്മിയും, അങ്ങനെ എല്ലാ സൗകര്യവും ഒരമ്മയെ പോലെ തന്നെ വേദയ്ക്ക് എല്ലാ സപ്പോർട്ടും സേതുലക്ഷ്മി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് വിക്രമാണെങ്കിൽ തുടർ പഠനത്തിലുള്ള തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ ആൻഡ്രൂസ് പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ്. ഇതൊരു ട്രെയിനിങ് പീരീഡായിട്ട് വിചാരിച്ചാൽ മതി, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പം ചെയ്യാം എന്നൊക്കെ ആൻഡ്രൂസ് പറഞ്ഞ കാര്യം ഇങ്ങനെ ഓർക്കുകയാണ്. അങ്ങനെ വിക്രമാണെങ്കിൽ വന്ന് ആൻഡ്രൂസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സാറ് പറഞ്ഞില്ലേ ഇതൊരു ട്രെയിനിങ് പീരീഡായിട്ട് ഞാൻ എടുത്തിരിക്കുകയാണ്. എൻ്റെ മുടങ്ങിപ്പോയ പഠിത്തം തുടരണം. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ അച്ഛന് എന്തെങ്കിലും ഒരു സന്തോഷം കൊടുക്കണം എന്ന് വിക്രം പറയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മുടങ്ങിപ്പോയ പഠിത്തം തുടരാൻ തീരുമാനിച്ചെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ആൻഡ്രൂസിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. നിൻ്റെ നല്ല തീരുമാനമാണ്. നാളെ മുതൽ നിൻ്റെ ലൈബ്രറിയിലേക്ക് നിൻ്റെ ഡ്യൂട്ടി ഇടാം. അവിടെ ആകുമ്പോൾ ബുക്കിൻ്റെ ഇടയിലാകുമ്പോൾ നിനക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നീ തന്നെ കണ്ടെത്തി പഠിക്കാനും എല്ലാം പറ്റുമെന്ന് ആൻഡ്രൂസ് വിക്രത്തിനടുത്ത് പറയാണ്. അങ്ങനെ വിക്രത്തിന് എല്ലാ സഹായമായി ആൻഡ്രൂസും കൂടെയുണ്ട്. അങ്ങനെ വിക്രം തുടർ പഠനത്തിനായി രാത്രിയും പകലും ഇരുന്ന് കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ വേദയും IAS നേടിയെടുക്കാനുള്ള കഷ്ടപ്പാടിലുമാണ്. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് വേദയുടെ റിസൾട്ട് വരികയാണ്. തരുൺ സന്തോഷത്തോടെ വീട്ടിലേക്ക് വന്നിട്ട് സേതുലക്ഷ്മി അടുത്തൊക്കെ പറയുന്നുണ്ട് റിസൾട്ടിൻ്റെ കാര്യം. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ നോക്കുമ്പോൾ വേദയ്ക്ക് IAS കിട്ടിയിട്ടുണ്ട്. അപ്പം ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം താൻ ഒരു കളക്ടറായി എപ്പോഴെങ്കിലും മാറുമെന്ന് ഒരു സ്വപ്നത്തിൽ പോലും വേദ വിചാരിച്ചില്ല. അങ്ങനെ മോളയോടും ആ സന്തോഷം പങ്കിടുന്നുണ്ട്. അങ്ങനെ വേദ കളക്ടറാവുകയാണ്. ട്രെയിനിങ് പീരീഡിനായിട്ട് മസൂറിലേക്ക് പോവുകയാണ്. അതിനുശേഷം വേദ അവിടെ നിന്നും ശങ്കരനാരായണനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ശങ്കരനാരായണന് കോള് വരുമ്പോൾ അച്ഛ എന്നാണ് വേദ വിളിക്കുന്നത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ശങ്കരൻ ഞെട്ടിണിക്കുകയാണ്. മോളെവിടെയാ? എത്ര നാളുണ്ട് മോളെ കാത്തിരിക്കുന്നു? എവിടെയാ നീ? എവിടെ ഒളിച്ചു മാറി നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അച്ഛാ ഞാനിപ്പോൾ മസൂറിൽ എന്താ എന്ന് ശങ്കരൻ ചോദിക്കുകയാണ്. അത് എൻ്റെ ട്രെയിനിങ് പീരീഡിൽ ആണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ശങ്കരന് കാര്യം മനസ്സിലാവുന്നുണ്ട്. ഒരു അച്ഛന് ഏറ്റവും സന്തോഷിക്കേണ്ട നിമിഷമാണല്ലോ എന്ന് പറയുകയാണ്. അച്ഛാ എനിക്ക് അച്ഛനെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് വേദ പറയാണ്. അത്യാവശ്യമാണ്. ഞാൻ വിളിച്ച കാര്യം ആരോടും പറയല്ലേ. അച്ഛൻ ഈ സന്തോഷത്തിൻ്റെ പുറത്ത് അമ്മയെടുത്ത് പോലും പറയല്ലെന്ന് പറയാണ്. ആരോടും പറയല്ലേ, എനിക്ക് അച്ഛനെ എത്രയും പെട്ടെന്ന് കാണണമെന്ന് പറയാണ്. അപ്പം ഇത്രയും പറഞ്ഞതിന് ശേഷം വേദ അങ്ങ് ഫോൺ വെക്കുകയാണ്. അപ്പം എന്തായാലും ശങ്കറിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. മോള് മസൂറിൽ ട്രെയിനിങ്ങിലാണെന്നും പറഞ്ഞപ്പോഴും തന്നെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ശങ്കരൻ നേരെ മസൂറിലേക്ക് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ അവിടെ വന്ന് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ശങ്കരൻ വേദയെ കാണുന്നുണ്ട്. വേദയെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എത്ര കാലമായി നിന്നെ കാത്തിരിക്കുന്നു. അങ്ങനെ കഥകളെല്ലാം വേദ പറയുന്നുണ്ട്. എൻ്റെ അടുത്ത് ശ്രീകാന്ത് പറഞ്ഞായിരുന്നു നീ ഗർഭിണിയാണെന്ന്, നിന്നെ എവിടെയോ വെച്ച് കണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു.
പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം വേദ പറയുന്നുണ്ട് അതൊക്കെ ശരി തന്നെ. അപ്പോൾ ശങ്കരൻ പറയുന്നുണ്ട് ഇപ്പം ദർശനും ശ്രീകാന്തും ഒറ്റക്കെട്ടാണ്, വിക്രത്തിനെതിരെ ഓരോരോ കരുക്കൾ നീക്കാൻ അവർ ഒറ്റക്കെട്ടാണെന്ന് പറയാണ്. എന്നിട്ട് ശങ്കരൻ പറയുന്നുണ്ട് നീ പറഞ്ഞ കഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അന്നെങ്കിൽ കുഞ്ഞെന്തിയെന്ന് ചോദിക്കുകയാണ്. അപ്പം വേദ പറയാണ് അച്ഛൻ ചോദിക്കുന്നതിന് എല്ലാത്തിനും എനിക്കിപ്പോൾ ഉത്തരം തരാൻ പറ്റത്തില്ല, ഞാൻ തരുന്ന ഉത്തരം അച്ഛന് ബോധ്യമാവത്തുമില്ല, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പതുക്കെ അച്ഛനോട് പറയുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും കൂടെ ക്യാൻറ്റീനിൽ കോഫി ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പം വേദ പറയാണ് ഞാൻ ഇവിടെ ഉള്ള കാര്യം ആരും അറിയില്ല, ഇപ്പം എൻ്റെ ട്രെയിനിങ് പീരീഡാണ്, എനിക്ക് കുറച്ച് സമയം കൂടെ വേണം, ഈ സമയത്ത് ആരും എൻ്റെ പിന്നാലെ വരല്, അതിന് എനിക്ക് അച്ഛൻ്റെ സഹായം വേണമെന്ന് പറയാണ്. ശ്രീകാന്തേട്ടനും ദർശനും ഒന്നും എൻ്റെ പിറയിൽ വരല്, അപ്പം അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ശങ്കരൻ പറയാണ്. അതിന് ഒരു വഴിയേ ഉള്ളൂ അച്ഛാ, ഞാൻ പറയുന്ന പോലെ അച്ഛൻ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വേദ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ശങ്കരൻ ചോദിക്കുന്നുണ്ട് വേണോ മോളെ അത് തീകൊള്ളി കൊണ്ട് തല ചൊറിയുന്ന പോലെ ആയത്തില്ലേ, വേണോ, അത് വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം വേദ പറയുന്നുണ്ട് വേണോ അച്ഛാ, ഇപ്പം ആരും എൻ്റെ പുറകെ വരാൻ പാടില്ല, കുറച്ച് നാളത്തേക്ക് അന്വേഷണം നിർത്തിവെക്കണം, എന്നാലേ എനിക്ക് പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരാൻ പറ്റൂ, എന്നോട് ചെയ്തതിനെല്ലാം തിരിച്ച് കണക്ക് ചോദിക്കാൻ പറ്റത്തുള്ളൂ വേദ പറയുകയാണ്. അവസാനം ശങ്കരൻ സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് വേദ ചോദിക്കുന്നുണ്ട് വിക്രത്തെ കാണാറുണ്ടോ അച്ഛാ എന്ന് ചോദിക്കുന്നുണ്ട്. വിക്രത്തിനോട് പറയണം ഞാൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ട്, പല പല സർപ്രൈസുമായിട്ട് ഞാൻ തിരിച്ചു വരുമെന്ന് അച്ഛൻ വിക്രത്തെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറയാണ്. അപ്പം ശങ്കരനാണെങ്കിൽ അതൊക്കെ സമ്മതിക്കുന്നുണ്ട്. ഇനി മോള് തിരിച്ച് നാട്ടിലേക്കില്ലയോ, ശ്രീകാന്തിനെ പേടിച്ചാണോ വരാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ വരുന്നില്ല അച്ഛാ, കുറച്ച് നാളും കൂടെ എനിക്ക് സമയം വേണം, ഞാൻ വരുന്നുണ്ട്, അപ്പം എനിക്ക് ടൈമായി, ഞാൻ പോട്ടെ അച്ഛാ എന്ന് പറയുന്നുണ്ട്. പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ഛൻ ഓർമ്മയുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശങ്കരൻ പോകാൻ നേരത്തും ചോദിക്കുന്നുണ്ട് ആ കുഞ്ഞെന്തിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അച്ഛനടുത്ത്, പിന്നെ ആ കാര്യങ്ങളെല്ലാം ഞാൻ വ്യക്തമാക്കി പറയാം എന്നും പറഞ്ഞ് വേദ അങ്ങ് പോവുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ശ്രീകാന്താണെങ്കിൽ ഒരു അടുത്ത് കാത്തു നിൽക്കുകയാണ്. അപ്പം ശങ്കരൻ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ നീ എന്നെ കാണണമെന്ന് പറഞ്ഞത്, ഓ എന്നെ അങ്ങോട്ട് വീട്ടിലേക്ക് കയറ്റത്തില്ലല്ലോ, നിങ്ങൾ ഇവിടുന്ന് അങ്ങ് വടക്കോട്ടൊരു യാത്ര പോയെന്ന് പറഞ്ഞ് എന്താ മോളെ തിരക്കി പോയതാണോ, മോളെ കാണാൻ പോയതാണോ എന്ന് ചോദിക്കുകയാണ്. ഏയ് അല്ല, അവളെ കുറേ അന്വേഷിച്ച് അവളെ കണ്ടെത്തിയില്ല, അപ്പം നിനക്ക് നാണം ഇല്ലടാ നിൻ്റെ സ്വന്തം സഹോദരിയെ ഇങ്ങനെ ഉപദ്രവിക്കാൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അതെൻ്റെ സഹോദരി ആയതുകൊണ്ടാണ് ഇത്രയും നാൾ കൊല്ലായിരുന്നത്, പിന്നെ അവിടെ വെച്ച് അവളെപ്പോലെ ഒരുത്തിയെ കണ്ടെന്ന് പറഞ്ഞു, പിന്നെ അതിന് ശേഷം ആരും അവളെ കണ്ടിട്ടില്ല, അന്ന് അവൾ ഗർഭിണിയായിരുന്നു, ആ കുഞ്ഞ് മരിച്ചു പോയെന്ന് അറിയാൻ കഴിഞ്ഞ് ഹോസ്പിറ്റൽ റെക്കോർഡിൽ അങ്ങനെയാണെന്ന് ശ്രീകാന്ത് പറയാണ്. അതിൻ്റെ ഒരു സന്തോഷ പ്രകടനമൊക്കെ ശ്രീകാന്ത് അവിടെ നടത്തുന്നുണ്ട്. ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്ന് നിങ്ങൾ പറ, എൻ്റെ ഡിഗ്രി കഴിഞ്ഞ കാലം തൊട്ട് ആ കമ്പനിക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ സമയം മൊത്തം ചിലവാക്കിയത്, എന്നിട്ടൊരു സുപ്രഭാതത്തിൽ പറയാണ് എനിക്ക് അതിനകത്തൊരു അവകാശമില്ലെന്ന്, അന്ന് എനിക്ക് വേണ്ടി എല്ലാ സഹായവും ചെയ്തെന്ന് അങ്കിളാണ്, അതിനുശേഷം എനിക്കൊരു അവകാശമില്ലെന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന് പറഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റുമോ, ഞാൻ ഇത്രയും വർഷം കഷ്ടപ്പെട്ടതെല്ലാം ഒരു നിമിഷം ഇല്ലാതായില്ലേ ചെയ്തത്, അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ലെന്ന് പറയാണ്. ഈ സമയത്ത് ശങ്കരൻ പറയാണ് ഞാൻ വേദയെ കുറേ അന്വേഷിച്ച് അവളെ കണ്ടെത്താൻ പറ്റിയില്ല, നീ പറഞ്ഞത് ശരിയാണ്, നിൻ്റെ നല്ല യൗവനം മൊത്തവും ആ കമ്പനിക്ക് വേണ്ടി ചിലവാക്കി, അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്ത് ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവകാശി ഇല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരാളെ ആ കമ്പനിയുടെ മേൽനോട്ടവും കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കാം, അതിനുശേഷം കുറച്ച് നാളും കഴിയുമ്പം അത് എഴുതി കൊടുക്കാമെന്ന് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഇപ്പം പവർ ഓഫ് അറ്റോർണി നിനക്ക് തരാം, അതിനുശേഷം പിന്നെ വേണ്ടുന്ന പോലെ ചെയ്യാം എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് ഒന്ന് ഞെട്ടുന്നുണ്ട്. സത്യമാണോ, അതെ അങ്ങനെ ചെയ്യാം എന്ന് ഞാൻ തീരുമാനിച്ചെന്ന് ശങ്കരൻ പറയാണ്. ഇതിന് വേണ്ടിയല്ലയോ വേദയെയും വിക്രമത്തെയും ഇത്രയും നാൾ ഞാൻ ഉപദ്രവിച്ചത്, ഇത് നേരത്തെ ചെയ്തായിരുന്നെങ്കിൽ പല പ്രശ്നങ്ങളും ഇല്ലാതായനെന്നും പറഞ്ഞ് ശ്രീകാന്ത് ഭയങ്കര സന്തോഷത്തോടെ പറയുകയാണ്. എന്തായാലും ഞാൻ ഉടനെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ട് നിന്നെ വിളിക്കാം എന്നും പറഞ്ഞിട്ട് ശങ്കരൻ അങ്ങ് പോവുകയാണ്. അപ്പോൾ ശ്രീകാന്തിനങ്ങ് ഭയങ്കര സന്തോഷം, എന്തായാലും കമ്പനിയും ബാക്കിയുള്ള സ്വത്തും എല്ലാം കൈക്കലാക്കാൻ പറ്റുമല്ലോ എന്നൊരു സന്തോഷത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ കാറിൽ കയറുന്ന ശങ്കരനാണെങ്കിൽ ഇവന് പണി കൊടുത്തെന്നുള്ളൊരു സന്തോഷത്തിൽ ശങ്കരൻ കാറിൽ കയറി പോവുകയാണ്. ഈ സമയത്ത് വേദയെടുത്താണെങ്കിൽ വേദ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വരികയാണ്. അപ്പം സേതുലക്ഷ്മി കാത്തു നിൽക്കുകയാണ്. ഈ സമയത്ത് കുഞ്ഞു ഓടി വരുന്നുണ്ട്. വേദ പെട്ടെന്ന് കുഞ്ഞിനെ എടുത്ത് കുറേ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് പുറകെ വന്ന് തരുണാണെങ്കിൽ കുഞ്ഞിനെ വാങ്ങിച്ചുകൊണ്ടങ്ങ് പോവുകയാണ്. അത് വേദയ്ക്ക് നല്ല വിഷമം വരുന്നുണ്ട്. അങ്ങനെ സേതുലക്ഷ്മിയും വന്ന് വേദ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് പോസ്റ്റിംഗ് ഓർഡർ കൊടുക്കുന്നുണ്ട്. അമ്മേ പോസ്റ്റിംഗ് ആയിട്ടുണ്ട്, തമിഴ്നാട്ടിലേക്കാണെന്ന് പറയാണ്. അപ്പം സേതുലക്ഷ്മി ഭയങ്കര സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഞാൻ കുഞ്ഞിനെ ഇവിടെ വിട്ടിട്ട് എങ്ങനെ അമ്മയെ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിനെന്താ ഞങ്ങളെല്ലാം ഇല്ലേ മോള് ധൈര്യമായിട്ട് പോയിട്ട് വന്ന് സേതുലക്ഷ്മി പറയുന്നുണ്ട്. അങ്ങനെ വേദ കളക്ടറായിട്ട് തമിഴ്നാട്ടിലേക്ക് വരികയാണ്.